നിങ്ങൾ രാവിലെ അലാറം അടിച്ചിട്ടും അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങുന്നത് നിങ്ങൾക്ക് ക്ഷീണമുള്ളത് കൊണ്ടല്ല, മറിച്ച് അതൊരു വഞ്ചനയാണ്, നിങ്ങളോട് തന്നെയുള്ള വഞ്ചന. തലേദിവസം രാത്രി അലാറം സെറ്റ് ചെയ്തതാരാണ്? അത് നിങ്ങളുടെ ഉള്ളിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ രാവിലെ അത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങിയതാരാണ്? അത് നിങ്ങളുടെ ഉള്ളിലെ പരാജയപ്പെട്ട മനുഷ്യനാണ്. ദിവസം തുടങ്ങി വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ വിജയിക്കാൻ ആഗ്രഹിച്ചവനെ തോൽപ്പിക്കാൻ നിങ്ങൾ അനുവദിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രോമിസിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലാതെ ഉറക്കത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയല്ല. നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഈ പുതിയ നിയമങ്ങൾ പാലിച്ചേ മതിയാകൂ. ഒന്നാമതായി, ദ ഫസ്റ്റ് പ്രോമിസ്. അലാറം എന്നതൊരു ശബ്ദമല്ല, മറിച്ച് അതൊരു കോൺട്രാക്റ്റ് ആണ്. നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കും എന്ന് നിങ്ങൾ സ്വയം രാത്രി ഒപ്പിട്ടൊരു കരാറാണത്. നിങ്ങൾ ആ അലാറം ഓഫ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ കരാർ ലംഘിക്കുന്നു. സ്വന്തം കാര്യത്തിൽ ചെറിയൊരു തീരുമാനം നടപ്പാക്കാൻ കഴിയാത്തൊരാൾക്ക് എങ്ങനെയാണ് വലിയൊരു ബിസിനസ് സാമ്രാജ്യം അല്ലെങ്കിൽ വലിയൊരു സ്വപ്നം നടപ്പിലാക്കാൻ കഴിയുക? നമ്മുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു തോൽവിയിൽ നിന്നാകരുത്. അലാറം അടിച്ചാൽ എഴുന്നേൽക്കുക, അത് നിങ്ങളുടെ പ്രോമിസ് ആണ്, അത് പാലിക്കുക. വിജയികൾ ഉണ്ടാകുന്നത് ആരും കാണാത്ത സമയത്താണ്. രാവിലെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തിൽ ലോകം നിശബ്ദമാണ്. വാട്സപ്പ് മെസ്സേജുകളില്ല, ബഹളങ്ങളില്ല, ശല്യപ്പെടുത്താൻ ആരുമില്ല. ആ സമയമാണ് നിങ്ങളുടെ മാജിക് ടൈം. മറ്റുള്ളവർ പുതപ്പിനുള്ളിൽ കിടന്ന് സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ആ സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ശരിക്കും ഈ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ എതിരാളികളെക്കാൾ മുന്നിലെത്തുന്നത്. ആ നിശബ്ദതയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോക്കസ് ബാക്കി 22 മണിക്കൂറിലും നിങ്ങൾക്ക് കിട്ടില്ല. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കംഫർട്ട് സോൺ ആണ് നമ്മുടെയൊക്കെ ശത്രു. നമ്മളൊക്കെ വളരെ സുഖകരമായിട്ടാണ് കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് തന്നെയാണ് അത് അപകടമാവുന്നത്. ഓർക്കുക, കംഫർട്ട് സോണിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ഒന്നും നേടിയിട്ടില്ല. പുതപ്പിന്റെ ചൂട് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത് സുരക്ഷിതത്വമാണ്. എന്നാൽ നമുക്ക് വേണ്ടത് സുരക്ഷിതത്വമല്ല, ഗ്രോത്ത് ആണ്. രാവിലെ തണുപ്പിൽ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ബുദ്ധിമുട്ട്, അതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി. ആ ബുദ്ധിമുട്ടിനെ സ്നേഹിക്കാൻ പഠിക്കുക. കാരണം എളുപ്പമുള്ള വഴി തേടുന്ന ആളുകൾക്ക് ഒരു സാധാരണക്കാരനായി മാത്രമേ തുടരാൻ സാധിക്കൂ. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അറ്റാക്ക് ദ ഡേ, അതായത് ദിവസത്തെ ആക്രമിക്കുക. നമ്മളിൽ പലരും എഴുന്നേൽക്കുന്നത് തന്നെ അയ്യോ നേരം വെളുത്തല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് തെറ്റാണ്. ഒരു പട്ടാളം യുദ്ധത്തിന് പോകുന്ന ഫീലോടുകൂടി വേണം എഴുന്നേൽക്കാൻ. എഴുന്നേറ്റയുടൻ മുഖം കഴുകുക, മിററിൽ നോക്കി പറയുക, ഇന്ന് ഞാൻ വിജയിക്കുമെന്ന്. ഒരു ദിവസത്തിൽ നിങ്ങളുടെ തുടക്കം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും ആ ദിവസത്തിന്റെ അവസാനവും. തുടക്കം ആവേശത്തോടു കൂടിയാണെങ്കിൽ ആ ദിവസം മുഴുവൻ ആ എനർജി നിങ്ങളോട് കൂടെ ഉണ്ടാവും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ഐഡന്റിറ്റി മാറ്റുക. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റില്ല, ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്. ഈ ന്യായീകരണം ആദ്യം നിർത്തുക. ഇതൊരു ഐഡന്റിറ്റി പ്രശ്നമാണ്. ഞാനൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങണം. വിജയിക്കുന്നവർക്ക് ഫീലിങ്സ് ഇല്ല, അവർക്ക് ഡ്യൂട്ടീസ് മാത്രമേ ഉള്ളൂ. എഴുന്നേൽക്കാൻ തോന്നുന്നില്ലെങ്കിലും അവർ എഴുന്നേൽക്കും, കാരണം അതാണ് അവരുടെ കടമ അഥവാ ഡ്യൂട്ടി. ഒരിക്കലും നമ്മളുടെ ഇമോഷൻസിന് അടിമയാകരുത്, മറിച്ച് നമ്മളുടെ ലക്ഷ്യങ്ങളുടെ ഓണേഴ്സ് ആവുക. ഒരിക്കലും ഇതൊരു ചെറിയ മാറ്റമല്ല, ഇതൊരു വിപ്ലവം തന്നെയാണ്. നിങ്ങളുടെ കിടക്കയിൽ നിന്നും തുടങ്ങുന്ന ഒരു വിപ്ലവം. ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ നിങ്ങളുടെ മാറ്റത്തിന് ഒരു വിപ്ലവമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ നാളെ അലാറം അടിച്ചാൽ നിങ്ങൾ എഴുന്നേൽക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ കമന്റിൽ ഐ പ്രോമിസ് എന്ന് കമന്റ് ചെയ്യുക. ഓർക്കുക, മാറ്റം തുടങ്ങുന്നത് ആ ഒരു തീരുമാനത്തിൽ നിന്നാണ്. നിങ്ങൾക്കിവിടെ തുടരാം.